കൊല്ലവർഷത്തിലെ അവസാന മാസമാണ് കർക്കിടകം. ഈ മാസമാണ് രാമായണ മാസം എന്ന് അറിയപ്പെടുന്നത്. ഈ മാസത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ജൂലൈ പകുതിയോടെ ആരംഭിച്ച ആഗസ്റ്റ് പകുതിയോടെ അവസാനിക്കുന്നു. ഈ മാസത്തിലെ പ്രധാന സവിശേഷതയാണ് ആധ്യാത്മരാമായണ പാരായണം. മലയാള സാഹിത്യത്തിന്റെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ പ്രചാരത്തിൽ ആക്കിയ ഈ പാരമ്പര്യം ഭഗവാൻ രാമന്റെ ഇതിഹാസത്തിൽ ആത്മീയമായി മുഴുകുന്നതിനും ധ്വാനിക്കുന്നതിനും ഭക്തി പ്രകടിപ്പിക്കുന്നതിനും അനുഗ്രഹങ്ങൾ തേടുന്നതിനും ഉള്ള ഒരു സമയമായി കരുതപ്പെടുന്നു. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും ഗ്രഹക്ലേശങ്ങളിൽ നിന്നും മോചനം തേടുന്ന ഭക്തർ ആരോഗ്യം, സമാധാനം, കുടുംബ ഐക്യം എന്നിവയ്ക്കായി പ്രാർത്ഥിക്കുന്നതിനാൽ ആത്മപരിശോധനയ്ക്കും മുൻകാല കർമ്മങ്ങളുടെ ശുദ്ധീകരണത്തിനുമുള്ള ഒരു പുണ്യസമയമായി ഈ മാസം കണക്കാക്കപ്പെടുന്നു. കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം നമ്മുടെ പൂർവികർ വർഷത്തിലെ ഏറ്റവും മോശം മാസമായി കണക്കാക്കിയിരുന്നതാണ് ഈ മാസം. വളരെക്കാലം മുമ്പ് കനത്ത മഴക്കാലം കാരണം കേരളത്തിൽ കർക്കിടക സമയത്ത് രോഗങ്ങൾ, കൃഷിനാശം, ദാരിദ്ര്യം എന്നിവ വളരെ സാധാരണമായിരുന്നു. കർക്കിടക സമയത്ത് പതിവ് ജോലികൾ സാധ്യമായിരുന്നില്ല. ഇതിന്റെ എല്ലാം ഫലമായി വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ ശുഭകരമായ കാര്യങ്ങൾ ഈ സമയത്ത് നടത്താറില്ലായിരുന്നു. കർക്കിടക ചികിത്സ, കർക്കിടക വാവ്, രാമായണ പാരായണം, നാലമ്പല തീർത്ഥാടനം, ആയുർവേദ ചികിത്സകൾ, പിള്ളേരോണം, ശീപോതി ഒരുക്കൽ എന്നിവയാണ് കർക്കിടക മാസത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചില പാരമ്പര്യങ്ങൾ.